നമുക്ക് ബാലന്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു കഥ ആയിട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ ഒടുവില് ശ്രീദേവിയുടെ വിഷമം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി പറഞ്ഞു, ദേവി ചേച്ചി എന്തിനാ വിഷമിക്കണേ? ചിലപ്പോ കണക്ക് കൂട്ടിയതിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നതായിരിക്കും. അത് കേട്ടതും ശ്രീദേവി പറഞ്ഞു, അല്ല മീനു, ഞാൻ ശരിക്കും കൂട്ടി നോക്കിയതാ, പക്ഷെ എന്റെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അതാണ് കാര്യം. അതിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. ദേവി ചേച്ചി ഒന്ന് സമാധാനമായിട്ടിരിക്കുക. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, നീ എന്താ മീനാക്ഷി പറയണത്? നഷ്ടപ്പെട്ടു പോയ പണം എങ്ങനെ കിട്ടുമെന്ന? അതോ ഇനിയിപ്പൊ നീ ശ്രീദേവിക്ക് അത് കൊടുക്കുമെന്ന് ചോദിച്ചു. അതെന്താ ആനന്ദേട്ടാ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇതിനു മുമ്പ് ഒരു 25,000 രൂപ കടയിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. അത് ധർമ്മമാമൻ എടുത്തെന്നും പറഞ്ഞുകൊണ്ട് ധർമ്മമാമന്റെ മേലെ കുറ്റം ചാരിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അതിന് ശേഷമായിട്ട് വീണ്ടും 5,000 രൂപയും കൂടെ പോയിരിക്കുക. ബാലൻ പറഞ്ഞു, എടാ ഇനിയിപ്പൊ അതിനെക്കുറിച്ചൊന്നും പറയേണ്ട കാര്യമില്ല. അപ്പോഴേക്ക് ശ്രീദേവി പറഞ്ഞു, ഞാൻ എന്റെ കയ്യിൽ നിന്നല്ലേ ഈ പൈസ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതായത് ഞാനുള്ള കടയിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ. അതുകൊണ്ട് ഈ 5,000 രൂപയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ബാലച്ചൻ്റെ ഒരു കാര്യം ചെയ്യാം, എന്റെ ഇതിൽ നിന്ന് പിടിച്ചോ, എന്റെ ശമ്പളത്തിൽ നിന്ന് പിടിച്ചോളാൻ പറഞ്ഞു. ബാലൻ പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ, മോള് വിഷമിക്കാതിരുന്നാ മതി. ഈ സമയത്ത് ആനന്ദ് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാം ചിലപ്പോ ഈ പൈസ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നുണ്ടായിരിക്കും, പക്ഷെ എനിക്കങ്ങനെയല്ല. കാരണം ഈ പൈസ മോഷ്ടിക്കപ്പെട്ടാന്ന് പറഞ്ഞു. മോഷ്ടിക്കപ്പെട്ടതോ? നീ എന്തൊക്കെയാടാ പറയണെന്ന് ബാലൻ ചോദിച്ചു. അതെ, ഈ പണം മോഷ്ടിക്കപ്പെട്ട. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഇരുന്ന ആകാശ് പറഞ്ഞു, അല്ല നടന്ന മോഷണമാണെന്ന് ആനന്ദേണ്ണ എങ്ങനെയാ മനസ്സിലായത്? ആനന്ദേണ്ണ വ്യക്തമായെന്നല്ലേ പറഞ്ഞേ, അതെങ്ങനെയാ മനസ്സിലായത് എന്ന് ചോദിച്ചു. എനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം നടന്ന മോഷണം തന്നെയാന്ന്. മോഷണം തന്നെയാന്നോ? കടയിലോ? എടാ നമ്മുടെ കടയിൽ എങ്ങനെയാടാ മോഷണം നടക്കണേ എന്ന് ബാലൻ ചോദിച്ചു. ഇതുവരെയായിട്ടും അങ്ങനെ മോഷണമൊന്നും നടന്നിട്ടില്ല അച്ഛാ. ഇതിനു മുമ്പ് 25,000 രൂപ പോയി, ഇപ്പൊ 5,000 രൂപ പോയി. അത് പിന്നെ മോഷണം അല്ലാതെ പിന്നെന്താ? ആ പണം പിന്നെ എവിടെ പോയി? അതെന്താണെങ്കിലും കാണണമല്ലോ. അത് കേട്ടതും ആകാശ് പറഞ്ഞു, അത് ശരിയാ, പക്ഷെ എന്നാലും ആ പണം മോഷണം പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അതെ, ആർക്കും അങ്ങനെ വിശ്വസിക്കാനൊന്നും പറ്റുന്നില്ല. ആ പണം മോഷ്ടിക്കപ്പെട്ട തന്നെ, അതെനിക്ക് നല്ല വ്യക്തമായിട്ടറിയാം. ആരാത് മോഷ്ടിച്ചെന്ന് എനിക്ക് അറിയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ എല്ലാരും പരസ്പരം നോക്കുകയാണ്. എടാ നീ എന്തൊക്കെയാടാ പറയണേ എന്ന് ഗോമതി ചോദിച്ചു. എനിക്കറിയാമേ, ആ പണം മോഷ്ടിച്ച ആരാന്ന് എനിക്ക് അറിയാന്ന് പറഞ്ഞു. അപ്പോഴേക്കും ആരും പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ ആ പണം മോഷ്ടിച്ച ആരാന്ന് ആനന്ദേട്ടൻ തന്നെ പറ. ആനന്ദേട്ടൻ ഇത്ര വ്യക്തമായിട്ട് അറിയാമെങ്കിൽ ആനന്ദേട്ടൻ തന്നെ പറ ആ പണം മോഷ്ടിച്ച ആരാന്ന്. അപ്പോഴേക്കും ശ്രീദേവി ആകെപ്പാട് വെള്ളറെ വെളുത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ സമയം ആനന്ദ് ശ്രീദേവിയുടെ നേരെ വിരൽ ചൂണ്ടുക. എന്നിട്ട് പറഞ്ഞു, ഈ നിൽക്കുന്നവളുണ്ടല്ലോ, ഇവളുടെ തന്ത ആ പണം മോഷ്ടിച്ചെന്ന് പറഞ്ഞു. ഒരു നിമിഷം വല്ലാത്തൊരു നിശബ്ദത. എല്ലാരും പരസ്പരം നോക്കുക. ആർക്കും ഒന്നും മിണ്ടാൻ പോലും പറ്റുന്നില്ല. അപ്പോഴേക്കും ഗോമതി അങ്ങോട്ട് വന്നിട്ട് ആനന്ദിനെ കാരണം തീർത്തൊന്ന് പൊട്ടിച്ചു. നാക്കിന് എല്ലില്ലാന്ന് കരുതി എന്ത് വർത്താനം പറയാന്നാണോ നിന്റെ വിചാരം? നീ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ? നീ ആരെയെ കുറിച്ചാ പറഞ്ഞെന്നറിയോ? ഉദയഭാനു സാറിനെ പോലെ നല്ല മനുഷ്യനെ കുറിച്ചാ, നിന്റെ ഭാര്യയുടെ അച്ഛനെ കുറിച്ചാ നീ പറഞ്ഞേ. നിനക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ ചോദിച്ചു, നിനക്കെന്താടാ, നീ മദ്യപിച്ചിട്ടാണോ നിക്കണേന്ന് ചോദിച്ചു. ഇല്ലച്ചാ, ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല. പിന്നെ നീ എന്തിനാടാ ആ ഉദയഭാനു സാറിനെ പോലെ നല്ലൊരു മനുഷ്യനെ കുറ്റപ്പെടുത്തുന്നേ? അത് കേട്ടുകഴിഞ്ഞപ്പോ ആനന്ദ് പറഞ്ഞു, നല്ല മനുഷ്യൻ അയാളെ കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയത്തില്ലാത്തോണ്ടാ നിങ്ങൾ എല്ലാരും ഇങ്ങനെയൊക്കെ പറയണേന്ന് പറഞ്ഞു. ആരും പറഞ്ഞു, എന്താ ആനന്ദേട്ടൻ ഇങ്ങനെ പറയണേ? നിങ്ങൾക്ക് എല്ലാവർക്കും അയാൾ നല്ല മനുഷ്യരായിരിക്കും. അയാളെ കുറിച്ച് നിങ്ങൾ കൂടുതലൊന്നും അന്വേഷിച്ചിട്ടില്ല, അതാ സംഭവിച്ചിരിക്കുന്നേ. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, ആര് പറഞ്ഞ് അന്വേഷിച്ചില്ലെന്ന്? ഞങ്ങൾ അയാളെ കുറിച്ച് പോയി അന്വേഷിച്ചതാണല്ലോ. നല്ല മനുഷ്യനാ, സമൂഹത്തിൽ നല്ല നിലയും വിലയൊക്കെ ഉണ്ട്. എങ്കിലേ നിങ്ങൾ അയാളോട് തന്നെയായിരിക്കും പോയി ചോദിച്ചിട്ടുണ്ടായിരിക്കുക. അല്ലാതെ ഒരു മനുഷ്യനും അയാളെ കുറിച്ച് ഒരു നല്ല വാക്ക് പറയില്ല. അത് നിങ്ങൾക്ക് അറിയത്തില്ലാത്തോണ്ടാന്ന് പറഞ്ഞു. അത് കേട്ടതും ആരും ആകാശവും ഒക്കെ പരസ്പരം നോക്കുവാണ്. അവർക്കാണെങ്കിൽ ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, എന്തൊക്കെയാ ഇവനീ പറയുന്നെന്ന് മട്ടില്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എടാ നിന്റെ ഭാര്യയുടെ അച്ഛനെ കുറിച്ച് നീ ഇങ്ങനെ പറയുമ്പോ അത് ഇച്ചിരി കടുപ്പ് കണ്ടോ? നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയണമെന്ന് വെച്ചു. മിത്ര പറഞ്ഞു, എന്തേ ആനന്ദേട്ടൻ എന്ത് സംഭവിച്ചാലും അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു. അതും ശ്രീദേവേച്ചിയുടെ അച്ഛനെ കുറിച്ച് ആനന്ദേട്ടൻ അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുകയാണ്.
ആനന്ദ് പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും അത് പറയാം, പക്ഷേ എനിക്ക് അങ്ങനെയല്ല. ഞാൻ പറയാനുള്ള കാര്യങ്ങൾ പറയും. എന്റെ നെഞ്ചിനകത്ത് അത് വിങ്ങിക്കൊണ്ടിരിക്കുക. ഇനിയെങ്കിലും എനിക്ക് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ എന്റെ നെഞ്ചു പൊട്ടിപ്പോന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും ബാലൻ ചാടി എഴുന്നേറ്റു. എന്നിട്ട് ആനന്ദിന്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എന്താടാ നിന്റെ മനസ്സിൽ എന്താ ഒരു ഇങ്ങനെയുള്ളത്? അല്ല, നീ പറഞ്ഞല്ലോ ഒരാൾക്കെതിരെ നമ്മൾ കുറ്റം ആരോപിക്കുമ്പോ അതിനൊരു തെളിവ് വേണം. സത്യം പറ, ഈ പറയുന്ന ഉദയഭാനു സാറാണ് അത് പണം മോഷ്ടിച്ചെന്നുള്ള എന്ത് തെളിവാ നിന്റെ കയ്യിലുള്ളത്? നിന്റെ ഈ തെളിവുണ്ടോന്ന് ചോദിച്ചു. ഉണ്ട്, എന്റെ ഈ തെളിവുണ്ടെന്ന് പറഞ്ഞു. തെളിവുണ്ടോ? എല്ലാരും കൂടെ ഒരു നിമിഷം ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, എടാ നീ എന്തൊക്കെയാ പറയണേ? എനിക്ക് അങ്ങോട്ടൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഉദയഭാനു സാറ് പണം മോഷ്ടിക്കാം, അത്രയും കോടികളുടെ ബിസിനസ് നടത്തുന്ന ഉദയഭാനു സാറ് എന്തിനാടാ വന്ന 5000 രൂപ മോഷ്ടിക്കുന്നത്? അച്ഛാ, എനിക്ക് പറ്റില്ല. എല്ലാരും നിങ്ങളെല്ലാരും കബളിക്കപ്പെട്ടിരിക്കുക. എനിക്ക് നിങ്ങളോടൊക്കെ എങ്ങനെ എന്തു പറയണമെന്ന് അറിയില്ല. എനിക്കിനി വയ്യച്ച, ഞാൻ മടുത്തോന്ന് പറഞ്ഞു. എടാ എന്താടാ മോനെ? അപ്പോഴേക്കും ആനന്ദ് ബാലനെ കെട്ടിപ്പിടിച്ച് ഒരൊറ്റ കരച്ചിലായിരുന്നു. ഈ സമയത്ത് ആനന്ദിനെ ചേർത്ത് പിടിച്ച് ബാലനെ ആശ്വസിപ്പിക്കുക. പോട്ടെ, നിന്റെ മനസ്സിൽ എന്തോ ഒരിതുണ്ട്. നീ എന്താണെങ്കിലും തുറന്നു പറ. നിന്റെ മനസ്സിൽ എന്താ ബുദ്ധിമുട്ടുള്ളതെന്ന് തുറന്നു പറഞ്ഞാലേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. ഗോമതി വന്നിട്ട് പറഞ്ഞു, എടാ മോനെ, നീ എന്തിനാ കരയണേ? നീ കാര്യം എന്താ വെച്ചാ പറ. എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ടമ്മേ, പക്ഷെ ഞാൻ എങ്ങനെ പറയും? എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്റെ മനസ്സ് വലിയൊരു സ്ഫോടനം നടന്നുകൊണ്ടിരിക്കുക. പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബം തന്നെ ഇല്ലാതാവും. പിന്നെ എന്റെ അച്ഛന് ചിലപ്പോൾ ഒരു കുറ്റബോധം തോന്നുകയും ചെയ്യും. വേണ്ട, അച്ഛൻ കുറ്റവാളിയായിട്ട് എല്ലാവരുടെ മുന്നിൽ നിൽക്കുന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ബാലനാണല്ലോ ഈ ബന്ധം കൊണ്ടുവന്ന്, ശ്രീദേവിയുടെ ബന്ധം കൊണ്ടുവന്ന് നല്ല ആലോചനയാണെന്നും പറഞ്ഞിട്ട്. അതുകൊണ്ട് എനിക്ക് അതിനോട്ട് ഒട്ടും താല്പര്യമില്ല. വേണ്ടച്ച, ഞാനൊന്നും പറയണില്ല. വെറുതെ ഞാൻ കാരണം ഈ കുടുംബത്തിന്റെ സ്വസ്ഥത നശിക്കണ്ട. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടുമായിരിക്കും. പക്ഷെ ഇവിടെ നിൽക്കുന്ന ആർക്കും, നിങ്ങൾക്ക് ആർക്കും ഒരു സ്വസ്ഥത സമാധാനം കിട്ടത്തില്ല. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, എടാ നീ അത് പറഞ്ഞില്ലെങ്കിലാ ഞങ്ങളുടെ സ്വസ്ഥതയെ സമാധാനം പോന്നേ. നീ എന്താന്ന് വെച്ചാ കാര്യം പറയടാ അങ്ങോട്ട്. അത് കേട്ടത് ആര്യം പറഞ്ഞു, അത് ശരിയാ, ആനന്ദേട്ടന്റെ മനസ്സിലുള്ള എന്താന്ന് വെച്ചാൽ പറ, ഞങ്ങളും കൂടെ അറിയട്ടെ. അല്ലാതെ ആനന്ദേട്ടൻ മാത്രം ഇങ്ങനെ ഉരുകി ഉരുകി കഴിയേണ്ട കാര്യമുണ്ടോ? എന്താണെങ്കിലും മറച്ചു വെക്കാത്ത കാര്യം പറ. ആനന്ദ് പറഞ്ഞു, എനിക്കത് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും വേദനയാവും. ബാലൻ പറഞ്ഞു, എടാ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കുടുംബത്തിലുള്ള എല്ലാവരും കൂടെ കൂടിയിട്ട് അത് പരിഹരിക്കുകയല്ലേ ചെയ്തിട്ടുള്ളേ. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അങ്ങനെയല്ലേ ചെയ്തിട്ടുള്ളേ. എടാ നിന്റെ പ്രശ്നം ഞങ്ങളുടെ പ്രശ്നം കൂടെയാ. അതുകൊണ്ട് നീ ഞങ്ങളോട് പറഞ്ഞേ മതിയാവുള്ളൂ. നീ പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ എന്താന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് ആനന്ദ് വീണ്ടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബാലനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്നോട് അത് മാത്രം ചോദിക്കരുത് അച്ഛാ. ഞാൻ ഇനി പറയില്ല. ഞാൻ അത്രമാത്രം തകർന്നു. അതറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടുംബത്തിലുള്ള എല്ലാവരും കിടന്ന് കരയും. എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അപ്പുറം വച്ചാന്ന് പറഞ്ഞോണ്ട്. അപ്പോഴേക്കും എല്ലാവർക്കും മനസ്സിലായി പ്രശ്നം അത്ര ഗുരുതരമായിട്ടുള്ളതാണ്. ഈ സമയത്ത് ബാലൻ പറഞ്ഞു, എന്ത് പ്രശ്നമാണല്ലോ ശരി, തല പോകുന്ന കാര്യമാണെങ്കിലും ശരി, നീ പറയാൻ പറഞ്ഞു. അപ്പോഴേക്കും ആനന്ദ് പറഞ്ഞു, അത് പിന്നെ അച്ഛാന്ന് പറഞ്ഞു വന്നപ്പോഴത്തേനും ശ്രീദേവി പറഞ്ഞു, ആനന്ദേട്ടാ നമ്മൾക്കിടയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് പരിഹരിക്കാം. ആനന്ദേട്ടൻ ഇങ്ങനൊന്നും പറയല്ലേ പ്ലീസ് ആനന്ദേട്ടാ. എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നമ്മുടെ ഇടയിലെ പ്രശ്നം നമുക്ക് പരിഹരിച്ചാൽ പോരെന്ന് ചോദിച്ചു. അത് കേട്ടതും ആനന്ദിന് ഭയങ്കര ദേഷ്യം. ആനന്ദ് പെട്ടെന്ന് അങ്ങോട്ട് പാഞ്ഞു വന്നു. എന്താടി നീ പറഞ്ഞേ? പ്രശ്നം പരിഹരിക്കാന്ന്. എടി നീയോ ഒറ്റ ഒരുത്തി എല്ലാത്തിനും കാരണം. നിന്നെ ഞാനൊന്നും പറയണില്ല. എന്റെ ജീവിതം തകർത്തു. എന്തോടെ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? നീ പെരും കള്ളിയാ. നീ എത്ര വട്ടം എന്റെ മുന്നിൽ നിന്ന് ഇങ്ങനെ കേണ അപേക്ഷിച്ചിട്ടുണ്ടീ. ഒരു സത്യവും തുറന്നു പറയല്ലെന്നും പറഞ്ഞോണ്ട് എത്ര കാലമായിട്ട് ഞാൻ ഇതിങ്ങനെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചോണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. ഇനി എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ലടി. നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? കള്ളത്തരങ്ങളൊന്നും പുറത്തു വരില്ലെന്നാ. അതൊക്കെ നിന്റെ വിചാരം മാത്രമാടി. നീ അങ്ങനെ അങ്ങ് സൂഹിക്കാന്ന് കരുതിയോ? അത്ര സമയം ആനന്ദിന്റെ സങ്കടം ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോഴാണെങ്കിലും വല്ലാത്തൊരു ദേഷ്യമാണ്. പെട്ടെന്ന് ഗോമതി വന്നിട്ട് പറഞ്ഞു, എടാ മോനെ, നീ എന്തിനാ അവളെ കുറ്റപ്പെടുത്തുന്നേ? അവള് പാവാടാ. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു കുഞ്ഞിനെ നഷ്ടപ്പെട്ട വേദന ഇരിക്കുന്ന അമ്മയാ അവള്. കുഞ്ഞിനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ നിനക്ക് വേദന ഉണ്ടായില്ലേ? നീ അവളെ കുറ്റപ്പെടുത്തിയില്ല അവള് കാരണമാന്ന്. പക്ഷെ ശരിക്കും അതൊന്നും അല്ല. അവള് കാരണമല്ല നിനക്ക് നിന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. അത് നീ മനസ്സിലാക്കണം. ആ കുഞ്ഞു പോയ വേദന ഇത് നിന്നെപ്പോലെ തന്നെ അവൾക്കുണ്ട്. നിന്നേക്കാളും ഇരട്ടിയായിട്ട് ചിലപ്പോൾ അവൾക്ക് കാണും. ഒന്നുമല്ലേലും അവള് വയറ്റിലിട്ടോടെ നടന്നല്ലേ അത്രയും കാലം. പക്ഷെ അത് അവളുടെ കുറ്റം കൊണ്ടല്ലടാ പോയത്. നീ അവളെ വെറുതെ ഓരോ കാര്യത്തിനും കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ. എടാ അവള് പാവമാടാ. പാവം എന്ന അമ്മ ആരോടാ പറയണേ? എന്നോടാ? എല്ലാം അറിയാവുന്ന എന്നോടോ? അവളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം എന്ന് ചോദിച്ചു. ഗോമതി, എടാ മോനെ, അമ്മയ്ക്ക് എന്തൊക്കെ അവളെക്കുറിച്ച് അറിയാന്ന് ചോദിച്ചു. എടാ അത് പിന്നെ നിന്റെ ഭാര്യ. ഭാര്യ എന്നപ്പുറം ഒന്നും അറിയില്ലല്ലോ.
അപ്പോഴേക്കും ആര്യം പറഞ്ഞു, അന്തേട്ടൻ എന്താ ഇങ്ങനെ പറയണേ? എടാ നിനക്കെന്തറിയാം നിന്റെ ശ്രീദേവി അടുത്തെ കുറിച്ച്? ഒന്നും മിണ്ടിയില്ല ആര്യന്. ആകാശനോടിച്ചു, നിനക്ക് എന്തേലും അറിയാവെന്ന് ചോദിച്ചു. അല്ല, ഇവിടെ നിൽക്കുന്ന നിങ്ങളെല്ലാരും ഉണ്ടല്ലോ, നിങ്ങൾക്ക് എന്തേലും ഇവളെ കുറിച്ച് അറിയാവോ? എന്റെ ഭാര്യയാണ്, ഉദയഭാനുവിന്റെ മോളാണ് എന്നതിനേക്കാൾ ഉപരി എന്തെങ്കിലും കാര്യങ്ങൾ കൂടുതലായിട്ട് അറിയാവോ? ഇല്ലല്ലോ. നിങ്ങളെ എല്ലാരെയും ഇവിടെ അതിവിദഗ്ധമായിട്ട് പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. ഈ എന്നെ പോലും പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ എത്രമാത്രം തകർന്നു പോയെന്നോ അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. അപ്പോഴേക്കും ആകാശ് പറഞ്ഞു, അല്ല ആനന്ദേണ്ണ ശ്രീദേവേശി ഇത്ര കുറ്റപ്പെടുത്തുന്നുണ്ടല്ലോ, അതിന്റെ കാരണം എന്താന്ന് പറ. കുറ്റപ്പെടുത്തുന്നതിന്റെ കാരണം കാണുമല്ലോ, വെറുതെ ഒരാളെ കുറ്റപ്പെടുത്താൻ പാടില്ലെന്ന് പറഞ്ഞു. വെറുതെ കുറ്റപ്പെടുത്താൻ പാടില്ല പോലും അല്ലേ? നീയൊക്കെ എന്തറിഞ്ഞിട്ടേ പറയണേ? നിനക്കൊക്കെ എന്തേലും അറിയാവോന്ന് ചോദിച്ചു. അത് കേട്ടതും മിത്ര പറഞ്ഞു, ആനന്ദേട്ടാ, ആനന്ദൻ എന്തിനാ ഇങ്ങനെ പറയണേ? കണ്ടില്ലേ ശ്രീദേവിച്ച് നിൽക്കുന്നേ, ഭയങ്കര വിഷമത്തോടു കൂടി നിൽക്കുന്നുണ്ടോ? പിന്നെ സങ്കടം. ഇവള് പഠിച്ച കളിയാ, ഇവൾ ഇതല്ല ഇതിലപ്പുറം അഭിനയിക്കുമെന്ന് പറഞ്ഞു. അല്ല, ഞാന് ചെറുതായിട്ടൊരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോ ചോദിച്ചല്ലോ, ഞാന് ശ്രീദേവിയോട് ദേഷ്യപ്പെടുന്ന എന്തിനാണ്, അല്ലെങ്കിൽ ശ്രീദേവിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയണേ എന്തിനാന്ന്. നിങ്ങൾക്ക് ഇവളെ കുറിച്ച് എന്തറിയാം? ഇവളുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താന്ന് നിങ്ങൾക്ക് അറിയാവുന്ന ചോദിച്ചു. അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു, അത് MA അല്ലേ? MA കൊള്ളാം. MA പോയിട്ട് ഇവള് +2 വരെ പോയിട്ടില്ല, 10ാം ക്ലാസ് മാത്രം ഇവളുടെ വിദ്യാഭ്യാസ യോഗ്യത, അതറിയാവോന്ന് ചോദിച്ചു. അത് കേട്ടതും മിത്രയൊക്കെ വിരൽ വെക്കുവാണ്. 10ാം ക്ലാസ് യോഗ്യതയോ? അതെ, വെറും 10ാം ക്ലാസ് യോഗ്യത മാത്രമുള്ളെന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, എടാ മോനെ നീ. അതെ അച്ഛാ, അതാണ് ഇവളുടെ വിദ്യാഭ്യാസ യോഗ്യത, ഇവളെ MA ലിറ്ററേച്ചറാന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെല്ലാം പറ്റിക്കുമായിരുന്നു പറഞ്ഞു. അവിടെ നിന്നിട്ട് ശ്രീദേവി ഉരുകുവാണ്. ശ്രീദേവിക്ക് എന്തും മറുപടി പറയണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയെ ഞെട്ടിത്തെരിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ ആ കഥകളൊക്കെ എന്ന് കാണുന്നേ. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഇനിയിപ്പോ എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. നമ്മളൊക്കെ കരുതി സ്വപ്നമായിരിക്കുമെന്ന്, പക്ഷെ സ്വപ്നമല്ല എന്നുള്ള കാര്യം മനസ്സിലായി. അങ്ങനെ എന്താണെങ്കിലും ശ്രീദേവിയുടെ ചതിയൊക്കെ പുറത്തു വരുമ്പോഴത്തേനും ബാലൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തീരുമാനം എടുക്കും. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.